അക്ഷരങ്ങളുടെ യഥാർത്ഥ ഉച്ചാരണം മാറുമ്പോഴേക്കും, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ അകാരമോ ഉകാരമോ മാറുമ്പോഴേക്കും, അക്ഷരങ്ങളുടെ മഖ്റജുകൾ മാറുമ്പോൾ ആ അക്ഷരങ്ങളുടെ അർത്ഥം മാറുന്നു, ആ വാക്കുകളുടെ അർത്ഥം മാറുന്നു. പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അബദ്ധജടിലമായ അർത്ഥം, ആശയം വന്നു ചേരുന്നു. അതിന് ഉദാഹരണമായി നിങ്ങൾ നോക്കൂ ചാർട്ടിലേക്ക്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ വേർഡ് നസ്വറ. നസ്വറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ്. ഇവിടെ ഈ സ്വാദിന് പകരം ഷീനായി കഴിഞ്ഞാൽ നശറ എന്നായാൽ പരത്തി എന്നാണ്. നോക്കൂ, നസ്വറ എന്ന വാക്കിലെ സ്വാദിന്റെ എക്സിറ്റ്, ആ സ്വാദിന്റെ മഖ്റജ്, അതിന്റെ സിഫത്തുകളെല്ലാം വളരെ വ്യത്യസ്ത രൂപത്തിലുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് നശറ എന്ന് പറയുമ്പോൾ ആ സിഫത്തുകൾ മാറി, അതിന്റെ മഖ്റജുകൾ മാറി. തന്നെയുമല്ല, നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അർത്ഥവ്യത്യാസവും വന്നു ചേർന്നു. നോക്കൂ, നസ്വറ അർത്ഥം സഹായിച്ചു, അത് നശറ എന്ന് പറഞ്ഞാൽ പരത്തി എന്നായി. നോക്കൂ, എത്ര മാത്രം അത്ഭുതകരമാണ്. വേറെ ഉദാഹരണം നോക്കൂ, സുമ്മ്. സുമ്മ് എന്ന അർത്ഥം, സുമ്മ് എന്ന വാക്കിന്റെ അർത്ഥം വിഷം എന്നാണ്. വിഷം, പോയിസൺ. എന്നാൽ ആ സീനിന് പകരം സ്വാദായി കഴിഞ്ഞാൽ അർത്ഥം ബധിരൻ എന്നായി. സാധാരണ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ടക്ഷരങ്ങളാണ് സീനും സ്വാദും. ഉച്ചരിക്കുമ്പോൾ ഉച്ചാരകൻ ശ്രദ്ധിക്കാഞ്ഞാൽ വരുന്ന വലിയൊരു ആപത്താണ് ഈ കാണുന്നത്. സുമ്മുൻ വിഷം, അത് സുമ്മുൻ എന്നായി കഴിഞ്ഞാൽ ബധിരൻ എന്നായി. അതുപോലെ ഖലഖ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ഈ ഖലഖ എന്നതിന്റെ ഖാഇന്റെ പുള്ളി ഒഴിവാക്കി ഹലഖ എന്നായി കഴിഞ്ഞാൽ നോക്കൂ, തല മുണ്ഡനം ചെയ്തു എന്നാണ്. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ഖലഖയുടെ പുള്ളി പോയി കഴിഞ്ഞാൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഹലഖ എന്നായി കഴിഞ്ഞു. അപ്പോൾ അബദ്ധജടിലമായ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വല്ലാത്തൊരു ഭീകരമായ അർത്ഥമാണ് ഇവിടെ വന്നു ചേരുന്നത്. ശ്രദ്ധിക്കൂ, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, അതിന് പുള്ളി പോയി ഹലഖ എന്നായി കഴിഞ്ഞാൽ തല മുണ്ഡനം ചെയ്തു എന്നാണ്. മറ്റൊരു ഉദാഹരണം നോക്കൂ, ഖുൽ. സാധാരണ നമ്മൾ ചെറിയ സൂറത്തുകൾ ഓതാറുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നെല്ലാം ഓതാറുണ്ട്. ഇവിടെ ഖുൽ എന്ന് പറഞ്ഞാൽ നബിയെ താങ്കൾ പറയുക എന്നാണ്. നേരെ മറിച്ച് ഇവിടെ ഖുൽ എന്നതിന് ബദൽ ഖുൽ എന്നായി കഴിഞ്ഞാൽ തിന്നുക എന്നായി. ഖുൽ എന്ന് പറഞ്ഞാൽ തിന്നുക, തിന്നു എന്നായി. നോക്കൂ, ഖാഫ് ഉച്ചരിക്കേണ്ടത് ഹൽഖിന്റെ മേലേ ഭാഗത്തു നിന്നാണ്. കാഫാണെങ്കിൽ അതിന് തൊട്ട് മുകളിൽ നിന്നാണ്. അപ്പൊ രണ്ട് മഖ്റജ്, രണ്ട് അടുത്തടുത്ത മഖ്റജാണ്. ഒരു മഖ്റജ് തെറ്റുമ്പോഴേക്കും അർത്ഥത്തിന് വ്യത്യാസം വരുന്നു. അതാണ് തഹ്സീനുൽ ഹുറൂഫ് നമ്മൾ നേരത്തെ പറയാൻ കാരണം. തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുക എന്നുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കൂ, യദ്ഉ. യദ്ഉ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുന്നു എന്നാണ്. വിളിക്കുന്നു, ക്ഷണിക്കുന്നു എന്നാണ്. നേരെ മറിച്ച് യദ്ഉ എന്ന ഐനിൽ ഷദ്ദ് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? യദ്ഉ എന്നായി കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്നു എന്നാണ്. നമുക്കറിയാം, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്ന് ചോദിക്കുന്നൊരു സൂറത്ത് ഖുർആനിൽ കാണാം. അവന്റെ ലക്ഷണമായി പറയുന്നത് അവൻ യതീം മക്കളെ ആട്ടിക്കളയുന്നവനാകുന്നു, മാറ്റി നിർത്തുന്നവനാകുന്നു എന്നാണ്. അവിടെ ഉപയോഗിച്ച വാക്ക് യദ്ഉ എന്നാണ്. ഈ യദ്ഉ എന്നുള്ള ഐനിന്റെ ഷദ്ദിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ യദ്ഉൽ യതീം എന്ന് പറഞ്ഞാൽ യതീമിനെ ക്ഷണിക്കുന്നവനാകുന്നു എന്നായി അർത്ഥം. നോക്കൂ, എത്ര അബദ്ധമായ അർത്ഥമാണ് വന്നു ചേർന്നിട്ടുള്ളത്. അതാണ് ഖുർആനിലെ ഒരു അക്ഷരമോ ഒരു ഹർക്കത്തോ ഒരു ശബ്ദോ ഒരു പുള്ളിയോ മാറുമ്പോഴേക്കും അർത്ഥത്തിന് വ്യത്യാസം വരുന്നു. അതാണ് പറയുന്നത് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കണമെന്ന്. മറ്റൊരു ഉദാഹരണം നോക്കൂ, സഖത എന്ന് പറഞ്ഞാൽ വീണു എന്നർത്ഥം. നേരെ സക്കത്ത എന്ന് പറഞ്ഞാൽ നിശബ്ദമായി. സഖത വീണു, സക്കത്ത നിശബ്ദമായി. എത്ര വ്യത്യാസം! ഖാഫിന്റെയും ത്വായിന്റെയും ഉച്ചാരണത്തിന്റെ വ്യത്യാസം.
ഖാഫും ത്വാവും ഉച്ചരിക്കേണ്ടത് ചുണ്ട് അല്പം കൂർപ്പിച്ചുകൊണ്ടായിരിക്കണം. സ ഖ്വാ ത്വാ എന്ന്. നേരെ മറിച്ച് ഇവിടെ സ ക ത ചുണ്ട് അല്പം പരത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ചുണ്ടിന്റെ ഇസ്മാമിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് അർത്ഥം മാറുന്നു. സഖത്വ വീണു, സക്കത്ത നിശബ്ദമായി. അതുപോലെ മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കുക. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ. ഈ സു എന്നതിന്റെ ലൊമ്മ് ഉകാരം പോയി കഴിഞ്ഞാൽ അതിന് ബദൽ അകാരം വന്നാൽ സമ്മ എന്നായി. അർത്ഥം അവിടെ. സുമ്മ പിന്നെ, സമ്മ അവിടെ. നോക്കൂ. അതുപോലെ തന്നെ ബറുൻ കര, ബിറുൻ പുണ്യം, ബുറ് എന്ന് പറഞ്ഞാൽ ചോളം എന്നർത്ഥവുമുണ്ട്. ബറ്, ബിറ്, ബുറ്. അപ്പൊ അകാരം, ഇകാരം, ഉകാരം ഈ മൂന്ന് ഫതഹ് കസ്ർ ലൊമ്മ് മാറുമ്പോഴേക്ക് തന്നെ വലിയ അർത്ഥ വ്യത്യാസം. നോക്കൂ. ബറുൻ കര, ബിറുൻ പുണ്യം, ബുറുൻ ചോളം അല്ലെങ്കിൽ ഗോതമ്പ് എന്നെല്ലാം പറയാം. അതുപോലെ ഇയ്യാക എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം എന്നർത്ഥം വന്നു. ഇവിടെ യാഇന്റെ ശബ്ദ് പോയി ഇയാ എന്ന് പറഞ്ഞാൽ സൂര്യപ്രഭ എന്നർത്ഥമായി. യഥാർത്ഥത്തിൽ ഫാത്തിഹ ഓതി കാഫറാവുന്ന രംഗം. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം അധിക ആളുകളും ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള സ്ഥാനത്ത് യാഇന് ശ്രദ്ധ ഇല്ലാതെ ഓതാറുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഇയ്യ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പറഞ്ഞാൽ സൂര്യപ്രഭ എന്നാണ്. സൂര്യപ്രഭയെ ഞാൻ ആരാധിക്കുന്നു, സൂര്യപ്രഭയോട് ഞാൻ സഹായം തേടുന്നു എന്ന് അർത്ഥം വരും. സുബ്ഹാനല്ലാഹ്, എത്ര അബദ്ധ ജടിലമായ അർത്ഥമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ അതിന്റെ നിശ്ചയിച്ചിട്ടുള്ള മഖ്റജിൽ നിന്ന് മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അതുപോലെ അതിന് നിശ്ചയിച്ചിട്ടുള്ള ഹർക്കത്തുകളും ഷദ്ദുകളും മദ്ദുകളും അതുപോലെ അതിന്റെ അകാരങ്ങളും ഇകാരങ്ങളും ഉകാരങ്ങളും 100% വകവെച്ചുകൊണ്ട് ഓരോ അക്ഷരത്തിന്റെയും അവകാശം വകവെച്ച് കൊടുത്തുകൊണ്ടുള്ള ഉച്ചാരണമാകുന്നു യഥാർത്ഥത്തിൽ തജ്വീദ് അല്ലെങ്കിൽ തഹ്സീനുൽ ഹുറൂഫ് എന്ന്